നമ്മുടെയൊക്കെ വീട്ടിലെ ഈ മത്തങ്ങയൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ചെറിയൊരു കഷ്ണമൊക്കെയാണ് നമ്മളെ പച്ചക്കറിയുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് വാടി കുരഞ്ഞൊക്കെ പള്ളേ കളയും അല്ലേ. അപ്പോൾ ദാ ഇതുപോലെ മത്തങ്ങയും നിങ്ങൾ എന്ത് ചീരയാണെങ്കിലും കുഴപ്പമില്ല, ചീരയുടെ കൂടെ ദാ ഇതുപോലെ ഒന്ന് തോരൻ വെച്ച് നോക്കിക്കേ. നല്ല ടേസ്റ്റുമാണ്. രാവിലെ തന്നെ നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ നല്ലൊരു തോരൻ റെഡിയായി കിട്ടും. ഒരുപാട് നമുക്ക് കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഒന്നല്ലേ മത്തങ്ങയും ചീരയും. അപ്പോൾ ഇത് കാലുവേദനയും കാൽസ്യം കുറവൊക്കെ ഉള്ള കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം ഈ ഒരു ഞാനിപ്പോൾ ഇത് തോരൻ വെച്ചേക്കുന്നത് ഈ താളാണ്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചീര എടുത്താലും മതി കേട്ടോ. അപ്പോൾ താള് തന്നെ വേണമെന്നൊന്നുമില്ല. ഇത് ഞാൻ കാൽസ്യം താള് അരിഞ്ഞ് വെച്ചേക്കുന്നത് കേട്ടോ, തണ്ടും എല്ലാം കൂടി അരിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പം സാധാ നമ്മുടെയൊക്കെ വീടിനൊക്കെ മുറ്റത്ത് നിൽക്കുന്ന മൈസൂർ ചീര അങ്ങനെയുള്ള ചീരകളൊക്കെ ഉണ്ടല്ലോ, അതാണെങ്കിലും മതി. അപ്പോൾ അതുപോലെ കുറച്ച് കടുകും നമുക്ക് ചുവന്നുള്ളിയും ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ, നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീരയുടെ അരിഞ്ഞ് വെച്ചേക്കുന്നത് എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് തേങ്ങ എളുപ്പത്തിൽ ഇതുപോലെ അങ്ങോട്ട് കൊത്തി എടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് കറക്കി എടുക്കുമ്പം ചിരണ്ടി എടുക്കാനായിട്ട് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഒന്ന് കൊത്തി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളകും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ. പിന്നെ കൂട്ടത്തിൽ നമുക്കുണ്ടല്ലോ ഈ കുഞ്ഞ് ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം വെള്ളം തിളപ്പിക്കുന്നത്, അതും കൂടെ ഇട്ടിട്ട് ഒന്ന് കറക്കി ഇതുപോലെ എടുക്കാം കേട്ടോ. ഇന്ന് ഇതുപോലെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ആവി കയറി കിട്ടുമല്ലോ. നമ്മുടെ ഈ ചീര ഏതാണെങ്കിലും പെട്ടെന്ന് ആവി കയറി വെന്ത് വരുമല്ലോ. അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്ന് പകുതി ഒന്ന് വേവാവണം കേട്ടോ. പകുതി വെന്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമ്മളിവിടെ അരച്ച് വെച്ചേക്കുന്ന ചതച്ച് വെച്ചേക്കുന്ന ആ തേങ്ങയും ഇതും കൊണ്ടും കൂടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങോട്ട് കൊട്ടാം. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വേണം കേട്ടോ നമ്മൾ ചീമ്പി വെച്ചേക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മത്തങ്ങ അതേപോലെ തൂളി കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം മത്തങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഫുള്ളായിട്ടൊന്ന് കൂട്ടി ഇളക്കണ്ട. ജസ്റ്റ് മുകളിൽ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്തിട്ട് മൂടി വെച്ചാൽ മതി. 5 മിനിറ്റ് നേരം കഴിയുമ്പോൾ തുറക്കാം. നമ്മൾ ഈ മത്തങ്ങ മുകളിൽ കിടക്കുന്നത് പെട്ടെന്ന് ആവി കയറും. നമ്മൾ ചീമ്പി എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ അതങ്ങോട്ട് ആവി കയറി പെട്ടെന്ന് വെന്തോളൂ കേട്ടോ. പകുതി ചീരയ്ക്ക് പകുതി വേവാകുമ്പോഴാണ് നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാൻ ശ്രദ്ധിക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഈ ചീര വേവത്തില്ല, മത്തങ്ങ വെന്ത് കുഴഞ്ഞും പോകും. അപ്പം ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ ഈ ഒരു രീതി തന്നെ ഉണ്ടാക്കണേ. ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ആവി കയറ്റി എടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ മസാലയൊക്കെ തേങ്ങയുടെ ഒക്കെ ഉള്ള ആ ഒരു മസാലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പിടിച്ചിട്ട് നല്ല ടേസ്റ്റായി കിട്ടും. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ കൂടിയിട്ട് അങ്ങോട്ട് എടുത്തോട്ടോ. നല്ല ടേസ്റ്റാണ്. ചെറിയ പപ്പടം പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ രാവിലെ തന്നെ കുട്ടികൾക്ക് കൊടുത്തുവിടാനൊക്കെ ആയിട്ട് എളുപ്പമാണ്. നല്ല രുചിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അതിനൊന്ന് പറഞ്ഞു കേട്ടോ.